BDJS RSS മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാതി വിഭാഗങ്ങളെ സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച് വർഗീയമായി ഒന്നിപ്പിക്കുന്ന പദ്ധതിയാണ് ഇത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ പദ്ധതി നടപ്പാക്കാനുള്ള വഴി തുറക്കലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. RSSന്റെ പ്രതിഷേധത്തോടൊപ്പം നിന്ന് RSS തന്നെ മുൻകൈ രൂപപ്പെടുത്തിയ 20 വർഷം മുമ്പ് ആരംഭിച്ച BDJS എന്ന പാർട്ടി അതിന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇപ്പോൾ അവസാനം ഘട്ടം വന്നപ്പോൾ ഭാര്യയും അതിന്റെ ഭാഗമായിട്ട് മാറി. SNDPയെ മുഴുവൻ അതിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് BDJSും RSSും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറക്കുകയാണ്. ഇതിനെല്ലാം നിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടല്ലാതെ ആശയപരമായിട്ട് നേരിട്ടുകൊണ്ടല്ലാതെ ഞാൻ ഈ പറഞ്ഞ സ്വത്തുരാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി സംഘടിപ്പിക്കുകയും വർഗീയമായി അണിചേർക്കുന്ന പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന RSSന്റെ ഈ അടിത്തറ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയിലുള്ള ജനവിഭാഗങ്ങളുടെ ഒഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, പാർട്ടി വോട്ടുകൾ പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ എങ്ങനെയാണ് ചോർന്നത് എന്നതിലൊക്കെ BDJSനൊക്കെ രൂക്ഷ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് എന്താണ്? ഇവിടെ വെള്ളാപ്പള്ളി നടേശനും വിമർശനമുണ്ടല്ലോ. അനുജ, SNDP നേതൃത്വത്തിന് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെയൊക്കെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിക്കുകയാണ്. നേരത്തെയും അദ്ദേഹം സമാന സ്വഭാവത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അത് ആവർത്തിക്കുകയാണ്. ഇക്കുറിയും കുറച്ചുകൂടി മറ്റൊരു സ്വഭാവത്തിലുള്ള വിമർശനമാണ്. അതായത് SNDPയെ പൂർണ്ണമായും വിഴുങ്ങുക എന്നതൊരു സംഘപരിവാർ പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമാണ് BDJS. RSS മുൻകൈയെടുത്താണ് BDJS രൂപീകരിച്ചത്. ജാതി വിഭാഗങ്ങളെ, ഉപജാതി വിഭാഗങ്ങളെയെല്ലാം വെള്ളം കയറാത്ത സ്വത്തുരാഷ്ട്രീയ ഭാഗമാക്കി, അല്ലെങ്കിൽ സ്വത്തുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി പ്രത്യേക ഗ്രൂപ്പുകളായി നിലനിർത്തുക. ആ ഗ്രൂപ്പുകളെ സ്വത്തുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരെയൊക്കെ ഗ്രൂപ്പുകളായി നിർത്തുക. അതിനുശേഷം വർഗീയതയ്ക്ക് വേണ്ടി അവരെല്ലാം ഒന്നിപ്പിക്കുക എന്നതൊരു RSS പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമാണ് BDJS. അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുമാണ്. അവരിരുവരും അതിനെ നിയന്ത്രിക്കുന്നു. ഇതുവരെ SNDP വേറെ, BDJS വേറെ എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ പരിപൂർണമായും SNDPയെ BDJSിലേക്ക് എത്തിക്കുക, പൂർണ്ണമായും എത്തിക്കുക, അതുവഴി RSSന്റെ രാഷ്ട്രീയ പദ്ധതിയോട് ചേർത്ത് നിർത്തുക എന്നതാണ് ലക്ഷ്യം. അത് ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ മതനിരപേക്ഷതയിൽ അടിസ്ഥാനമിട്ടതാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ തന്നെയാണ് ഈ നാട്ടിലെ മതനിരപേക്ഷതയ്ക്ക് അടിസ്ഥാനമായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമാണ് ഇത് എന്നതാണ്. അതിനും അപ്പുറത്തേക്ക് SNDPയെ ഒന്നായി BDJSിൽ എത്തിക്കാൻ BDJSന്റെ ശ്രമം മാത്രമല്ല, അതിനുവേണ്ടി RSSന് പദ്ധതിയുണ്ട് എന്നുകൂടി പറയുകയാണ്. ഒപ്പം സമീപകാലത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ പദ്ധതി നടപ്പാക്കാനുള്ള വഴി തുറക്കലായി കാണണം എന്നതുകൂടിയാണ്. അദ്ദേഹം അടുത്തതായി നടത്തുന്ന പരാമർശം ശ്രദ്ധേയമാണ്. ആലപ്പുഴയിലടക്കം പല ജില്ലകളിലും ഈഴവ വോട്ടുകളിൽ കാര്യമായ ചോർച്ച CPIM ഇടതുമുന്നണി നേരിട്ടിരുന്നു. അത് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളെ, ഈ വിഷയങ്ങളെ, ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ, സ്വത്തുരാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള RSS പദ്ധതികളെയൊക്കെ ഫലപ്രദമായി ആശയപരമായി നേരിട്ടു മാത്രമേ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഒഴിഞ്ഞു പോകുന്ന രാഷ്ട്രീയ പ്രവണതയ്ക്ക്, CPIMുമായി അകന്നു പോകുന്ന അല്ലെങ്കിൽ LDFുമായി അകന്നു പോകുന്ന പ്രവണതയ്ക്ക് തടയിടാൻ കഴിയുകയുള്ളൂ എന്നതടക്കമാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുള്ളത്. അതായത് BDJSനെ ചേർത്ത് നിർത്തി വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നു. BDJS എന്നത് ഒരു RSS പദ്ധതിയാണ് എന്ന് വിമർശിക്കുന്നു. സ്വത്വരാഷ്ട്രീയ വഴി അങ്ങനെ ബലപ്പെടുകയാണ്. അത് RSSന് കൂടുതൽ വഴി തുറക്കാനുള്ള ശ്രമങ്ങളാണ്. അത്തരം ശ്രമങ്ങൾ വളരെ സജീവമായി നടക്കുന്നു. അതിനെ ചെറുത്ത് തോൽപ്പിക്കണം. അങ്ങനെ മാത്രമേ CPIMന് നഷ്ടമായ വോട്ടുകളെ, അല്ലെങ്കിൽ അവരെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വീണ്ടും ചേർത്ത് നിർത്താൻ കഴിയൂ എന്നൊക്കെ വാദിക്കുകയാണ് അദ്ദേഹം. BDJSനും വെള്ളാപ്പള്ളി നടേശനും MV ഗോവിന്ദന്റെ വിമർശനം.